ഇന്ന് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈ വിഷയത്തെ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നു. പാലക്കാടത്തെ ഇലക്ഷനായിരുന്നു ഏറ്റവും വലിയ ചർച്ച. ആദ്യം അവിടെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിനുള്ളിൽ വലിയ കൊല്ലാപ്പുണ്ടാക്കി. സ്ഥാനാർത്ഥിയെ പ്രസ്ഥാനം തീരുമാനിച്ചു. UDFന്റെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വന്നു. ഇത് തുടർന്ന് ചില ആളുകളൊക്കെ പത്രസമ്മേളനം നടത്തി. കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വലിയ പോരാട്ടവും വീർവാണവും ഒക്കെ പറഞ്ഞു. പിന്നീട് കേൾക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ വിവാദം ഉയർത്തിയിട്ടുള്ള ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പൊതുജന മധ്യത്തിലേക്ക് എടുത്തിട്ട് പേര് ഷാഫി പറമ്പിലിന്റെ പേരായിരുന്നു. ഞങ്ങൾ വളരെ കൃത്യമായി അതിനൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോഴാണ് ഷാഫി പറമ്പിൽ 2011 പൊതു തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി വരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന പാലക്കാട് സീറ്റ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. വിശിഷ്യ CPIMന്റെ കയ്യിലായിരുന്നു. ആ സീറ്റിൽ ഉജ്ജ്വല വിജയം നേടി ഷാഫി പറമ്പിൽ 2011 നിന്ന് അവിടുന്ന് MLA ആകുമ്പോൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നീട് പാലക്കാട് പാർലമെന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വന്നു. പിന്നീട് ദേശീയ കമ്മിറ്റിയുടെ ഭാഗമായി. അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെയായി. അതിനിടയ്ക്കും തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നപ്പോ ആരായിരുന്നു ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും എതിരാളികൾ? ശോഭാ സുരേന്ദ്രനെ നേരിട്ട് പരാജയപ്പെടുത്തി. പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പലതവണ CPMനും ഇടതുപക്ഷത്തിനും MP ആയ NN കൃഷ്ണദാസിനെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു സംശയവുമില്ലാതെ കോൺഗ്രസ് പ്രസ്ഥാനവും ഐക്യജനാധിപത്യ മുന്നണിയും ഷാഫി പറമ്പിലിനെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ RSSുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മെട്രോമാനെ CPMന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിയാക്കി അവിടെ കൊണ്ടുവന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. കേരളത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് തുറക്കുന്നു എന്ന് പറഞ്ഞ് മെട്രോമാനെ കൊണ്ട് ഓഫീസ് തുറപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ഷാഫി പറമ്പിലിന്റെ വിജയം കാണാൻ വേണ്ടി കാത്തിരുന്നവർക്കൊക്കെ മെട്രോമാൻ മുമ്പിൽ BJP പാലക്കാട് പിടിച്ചടക്കുന്നു എന്ന വാർത്തകൾ വന്നു. അവസാന റൗണ്ടിൽ പാലക്കാട്ടെ ജനഹൃദയങ്ങളുടെ ശബ്ദമായി ആ കരുത്തോടുകൂടെ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് ഷാഫി പറമ്പിൽ കേരള നിയമസഭയിലേക്ക് എത്തി. അദ്ദേഹം പാർട്ടി പറഞ്ഞപ്പോൾ മുന്നണിയും പാർട്ടിയും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വടകരയിലേക്ക് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പോകുന്നത്. ആ സാഹചര്യത്തിലാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനോടും പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളോടും നേതൃത്വത്തോടും എല്ലാവരോടും ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൊണ്ടുവന്നു നിർത്തിയ മുന്നണി തീരുമാനിച്ച സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടും ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കൈ കൊടുക്കാത്ത വിവാദം ഉണ്ടാക്കി. നോട്ടുകെട്ടുകൾ നീല ട്രോളി ബാഗിൽ പാലക്കാട്ടെ താമസ സ്ഥലത്തേക്ക് ഒഴുക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നു. പല വൃത്തികെട്ട വാർത്തകളെയും കൂട്ടുപിടിച്ച് എല്ലാം കൊണ്ട് മുന്നേറിയപ്പോ ആർക്കെതിരെയെങ്കിലും മോശമായൊരു പരാമർശം നടത്തിയോ? ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശേട്ടനാണെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ കൊടുത്തു. മുരളീധരേട്ടൻ പാലക്കാട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്തു. എല്ലാതും കളവായിരുന്നു എന്ന് പാർട്ടിയും മുന്നണിയും ബോധ്യപ്പെടുത്തി. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ 18,000 മുകളിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടെ പാലക്കാട്ടെ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെ ജനത തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടെ പറയുന്നു, കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത ജനം നെഞ്ചോട് ചേർത്ത് വെച്ച നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായി പാലക്കാട്ടെ ജനത കാലത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സാരഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ നന്മക്ക് വേണ്ടി തുടർന്ന് അങ്ങോട്ട് പ്രവർത്തന ഗോതയിൽ ഉണ്ടാകും ഇന്ന് സന്തോഷത്തോടു കൂടി. ഇത് ഞാൻ മാത്രമല്ല, ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, നിലവിൽ അലനല്ലൂർ പഞ്ചായത്തിലെ ഞങ്ങളുടെ ജനപ്രതിനിധി എല്ലാവരും ഞങ്ങൾ ഈ ചോദ്യത്തോട് ഒരുമിച്ച് മറുപടി തരികയാണ്. മണ്ണാർക്കാട്